നിങ്ങളുടെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണോ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യൂ, ഈ ആയുർവേദിക്കിൻ്റെ സോപ്പ് ഉപയോഗിക്കും. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കൊക്കെ നമുക്ക് നല്ല ഉത്തമമായിട്ടുള്ളൊരു സോപ്പാണ് ആയുർവേദ സോപ്പ്. അതായത് കറ്റാർവാഴ, തുളസിയുടെ ഇല, അതുപോലെ തന്നെ ആര്യവേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഒരു സോപ്പ് ഉപയോഗിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെയാണ് വെച്ചെങ്കിൽ നല്ലൊരു പരിഹാരമാണ് ഈ ഒരു സോപ്പ്. അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നമ്മുടെ ആയുർവേദിക്കിൻ്റെ സോപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അതായത് നമ്മുടെ മുഖമൊക്കെ ഡ്രൈ ആയിട്ട് ഇരിക്കണവർക്കൊക്കെ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള സോപ്പാണ് ആയുർവേദിക്കിൻ്റെ സോപ്പ്. അതായത് നമ്മളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ ഒരു പിടി തുളസി, അതുപോലെ തന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ കറ്റാർവാഴയുടെ ഒരു ലീഫ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴുകി വെച്ചതാണ്. ഇനി ഇത് കഴുകി ഇതൊക്കെ നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മളൊരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കാണ്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അത് വെള്ളത്തിന് പകരം നമുക്ക് കറ്റാർവാഴയുടെ ആ തണ്ടിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഓൾറെഡി എല്ലാം അരഞ്ഞു കിട്ടും. അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് അരഞ്ഞു കിട്ടും. അതുകൊണ്ട് ഒരു സ്വല്പം പോലും ആരും വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അപ്പം നമ്മളത് കഷ്ണങ്ങളാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, അരച്ചെടുക്കാം. അപ്പം ഞാനത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു ബൗളിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് തുടച്ച് എടുക്കുക. മിക്സിയുടെ ജാറിൽ നിന്നും ഫുള്ളായിട്ട് നമ്മളൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് നമുക്ക് വേണ്ട, അതൊരു 30 ml നമ്മളിതിലേക്ക് ഈ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കംപ്ലീറ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സോപ്പ് ഉറപ്പില്ലാണ്ട് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളൊരു അളവ് വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം കാര്യങ്ങളാണ് അതൊക്കെ. നമ്മൾ ഒന്നെങ്കിൽ ഒരു അളവ് പാത്രം വാങ്ങിച്ചിട്ട് അതിൽ അളന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ. നമ്മൾ വിചാരിക്കും ശരിയാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നിച്ചിട്ട് അങ്ങോട്ട് ഇടും. ചിലപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ അത് ശരിയായിട്ട് കാണിക്കുമായിരിക്കും പല വീഡിയോസിലും, പക്ഷെ അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ശരിയായിക്കോളണമെന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അളവ് പാത്രത്തിൽ കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മളതൊക്കെ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, സോപ്പ് ബേസ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ 1 കിലോ സോപ്പ് ബേസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 1 കിലോ സോപ്പ് ബേസ് കൊണ്ട് നമുക്ക് 10 ആയുർവേദിക് സോപ്പാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ മുഖം, അതുപോലെ തന്നെ ഒരു മുഖത്തൊരു വലിച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള സോപ്പാണ് ആയുർവേദിക്കിൻ്റെ സോപ്പ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് ഇവിടെ പരിസരത്തുള്ളവരൊക്കെ മിക്ക ആൾക്കാരും മേടിക്കുക ഈ ആയുർവേദിക്കിൻ്റെ സോപ്പാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. കൂടുതൽ പേരും വാങ്ങിക്കുന്നത് ഇതാണ്. പിന്നെ ഷോപ്പിലേക്ക് കൂടുതലായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് പോണത് പിയേഴ്സിൻ്റെ സോപ്പ് ആണ്. ആയുർവേദിക്കിൻ്റെ സോപ്പ് ഇവിടെ ഈ പരിസരത്തുള്ള ആളുകളൊക്കെ മേടിക്കണതും പിന്നെ ഓൺലൈനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ പേരും മേടിക്കണതും ഈ ആയുർവേദിക്കിൻ്റെ സോപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഡ്രൈ ആയിട്ടുള്ള മുഖക്കാർക്കൊക്കെ, പിന്നെ ഓയിലി സ്കിന്നിൻ്റെ ഉള്ളവർക്ക് നമ്മളൊരു വേറൊരു സോപ്പ്, അത് നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അടുത്ത പ്രാവശ്യം നമ്മൾ ഇടാം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ട് ഉള്ള ആളുകൾക്കാണ് നമ്മൾ ഈ ഒരു സോപ്പ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഓർഡർ കിട്ടുന്നതും ഈ ഒരു സോപ്പിന് ആണ്. അപ്പോൾ നമ്മളത് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് വരാം. മെൽറ്റ് ചെയ്യണമെന്നും ഞാൻ കാണിക്കണില്ല, അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അറിയാത്ത ആളുകളൊക്കെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് മെൽറ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ ഇതിൽ കാണിക്കണില്ല. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത് നമുക്കിത് മെൽറ്റ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മളത് മെൽറ്റ് ചെയ്തിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അളവ് പാത്രത്തിലേക്ക് ആ ഒരു അരച്ച മിശ്രിതം ഒരു 30 ml നമ്മളതിലേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരുവിധം എല്ലാവർക്കൊക്കെ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നുണ്ട്. 30 ml നമ്മളിത് കറക്റ്റായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ആ 30 ml നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രാഗ്രൻസ് ഓയിൽ, നമ്മൾ അലോവേരയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോഴത്തേനും നമ്മളവിടെ മോൾഡൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറിന് ശേഷം നമുക്കതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം.
ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ മതി, ഇത്രയും വേണ്ട. അപ്പോൾ അതിനുള്ളിൽ തന്നെ സെറ്റാവും. അപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു കണക്കിന് വെച്ചിട്ട് നമുക്ക് 2 മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 2 മണിക്കൂറിന് ശേഷം നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും മോൾഡിൽ നിന്നും എടുത്തു മാറ്റാം. കണ്ട, നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റോടുകൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പണിയുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു 300 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 സോപ്പെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറഞ്ഞ എമൗണ്ടിന് സാധനങ്ങൾ വാങ്ങിയിട്ട് ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കണ്ട. ഇപ്പോൾ ആയുർവേദിക്കിൻ്റെ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ മുഖമൊക്കെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല ഉത്തമമായിട്ടുള്ള സോപ്പാണ് ആയുർവേദിക്കിൻ്റെ സോപ്പ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇതേപോലെ ആയുർവേദിക്കിൻ്റെ സോപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ഏത് സോപ്പ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടുന്ന് കുറഞ്ഞ റേറ്റിന് നമ്മളിവിടുന്ന് കൊറിയർ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സോപ്പാണെങ്കിലും സോപ്പിൻ്റെ ഐറ്റംസ് ആണെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.